പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകൾ, കായ്ച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ, വെള്ളരിക്കയും തണ്ണിമത്തനും എല്ലാമായി വിളഞ്ഞു നിൽക്കുന്ന വേനൽ പച്ചക്കറി വിളകൾ, പാടത്തും പറമ്പിലും എല്ലാം വിരുന്നെത്തുന്ന വിഷു പക്ഷികൾ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ എന്തിനെ കുറിച്ചാ പറയാൻ വരുന്നതെന്ന്? അതെ, നമ്മുടെ സ്വന്തം വിഷുവിനെ കുറിച്ച്. വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളാണ് ഇവയെല്ലാം. മലയാളികൾക്ക് വിഷു കാർഷിക സംസ്കാരത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ. മലയാള മാസം മേടം ഒന്നാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കപ്പെടുന്നത്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന കാർഷിക കലണ്ടർ പ്രകാരം മേടം ഒന്നാണ് വർഷാരംഭമായി കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആണ്ടുപിറപ്പ് എന്നും വിഷുവിനെ അറിയപ്പെടുന്നുണ്ട്. ഇനി വിഷുക്കണി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കണി വെക്കുന്നതിനുള്ള ഒരു ഓട്ടുരുളിയാണ് നമുക്ക് വേണ്ടത്. നിലവിളക്ക്, വാൽക്കിണ്ടി എന്നിവ മൂന്നും നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കണം. കണ്ണന്റെ വിഗ്രഹത്തിന്റെയോ ചിത്രത്തിന്റെയോ മുന്നിലാണ് നമ്മൾ കണിയൊരുക്കേണ്ടത്. ചിത്രത്തില് പൂക്കൾ കൊണ്ട് നമുക്കൊരു മാല കോർത്ത് ഇടാവുന്നതാണ്. നമ്മുടെ ഓട്ടുരുളിയിലേക്ക് ഉണക്കലരി പകുതിയോളം നിറച്ചു കൊടുക്കണം. അതില് കണിവെള്ളരി, ചക്ക, പൊതിച്ച നാളികേരം, മാങ്ങ, കദളിപ്പഴം, നാരങ്ങ, നെല്ലിക്ക എല്ലാം നമുക്ക് വെച്ചു കൊടുക്കാം. വാൽക്കണ്ണടി വെക്കേണ്ടത് ഓട്ടുരുളിയുടെ നടുക്കായിട്ടാണ്. നമ്മൾ സ്വർണ്ണമാല എന്തെങ്കിലും വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാൽക്കണ്ണാടിയിലേക്ക് നമ്മുടെ ആ മാലയൊന്ന് ചാർത്തി കൊടുക്കാം. ഇവയെല്ലാം കൂടാതെ നമുക്ക് ഗ്രന്ഥം, അലക്കിയ കസവുമുണ്ട്, കുങ്കുമച്ചെപ്പ്, കൺമഷി, വെറ്റിലയിൽ നാണയത്തൊട്ടും പാക്കും വെച്ചു കൊടുക്കാം. നവധാന്യങ്ങൾ ചില സ്ഥലങ്ങളിൽ വെക്കാറുണ്ട്, അതും വെക്കാട്ടോ. നിലവിളക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് 5 തിരിയിട്ടാണ് വെക്കേണ്ടത്. മുന്നിലായിട്ട് നമുക്ക് സാമ്പ്രാണി കത്തിച്ച് വെക്കാം. ഓട്ടുകിണ്ടിയിൽ നല്ല ശുദ്ധജലം വെക്കാം, പൂക്കൾ വെക്കാം. പിന്നെ കൊടിവിളക്കൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കായിട്ട് തലേ ദിവസം തന്നെ നമുക്ക് ഇതൊക്കെ തയ്യാറാക്കി വെക്കാം. എന്നിട്ട് വെളുപ്പിന് നമുക്ക് വിളക്ക് കത്തിച്ച് നമുക്ക് കണി കണ്ട് ഉണരാം. വിഷുവിന് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന വിഭവങ്ങൾ വിഷുക്കട്ട, വിഷുക്കഞ്ഞി, വിഷുപുഴുക്ക് എന്നിവയൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.